ഹായ് ഫ്രണ്ട്സ് ടൂറോട്ടപ്പോൾ ആ ഗേൾ വന്നായിരുന്നു. ഗേൾ പറയായിരുന്നു, സാർ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലുക്ക് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹീറോ ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫുണ്ട്, ഫോട്ടോ നന്നായിട്ട് വലിച്ചെടുക്കായിരുന്നു. ഓക്കെ, ഇങ്ങനെ നിറയെ ഫോട്ടോസ് എടുക്കായിരുന്നു. ശരി, ഓക്കെ, നിറയെ സൈസ് ഫോട്ടോസ് എടുക്കായിരുന്നു. പിന്നെ എഡിറ്റിംഗ് വെച്ച് നിറയെ മാറ്റി എടുത്തത്. ശരി, ഓക്കെ, ഈ സ്റ്റൈലല്ല ഓക്കെ എന്ന് പറഞ്ഞു. ജിമിൻ വാ എന്ന് പറഞ്ഞായിരുന്നു. ജിമിനൊക്കെ ഒന്നും മനസ്സിലായില്ലായിരുന്നു. ശരി, ഓക്കെ, ഈ പേപ്പറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു. ജിമിൻ ഓക്കെ എന്ന് പറഞ്ഞ് തലയാട്ടി സൈൻ ചെയ്തായിരുന്നു. ശരി, ഓക്കെ, അങ്ങനെ ജിമിനോട് ഉച്ച ടൈമായിരുന്നു. എല്ലാവരുടെയും ഫസ്റ്റ് കഴിക്കായിരുന്നു. ഓക്കെ മാം, എല്ലാം റെഡിയാണോ? ഓക്കെ മാം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ജിമ്മിനും ജിമ്മിനും പറഞ്ഞ ഹീറോ പറയാൻ തുടങ്ങി. ജിമ്മിൻ ഒരു കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അതൊരു വാനായിരുന്നു. വാൻ പറഞ്ഞാൽ കുളിക്കാൻ ഡ്രസ്സിൽ വലിയതായിരുന്നു. ജിമ്മിൻ പോയി കുളിച്ച് ഡ്രസ്സിൽ ചേഞ്ച് ചെയ്ത് ഡ്രസ്സ് പറഞ്ഞ ഗേൾ വന്ന് ഡ്രസ്സ് കൊടുക്കായിരുന്നു. സാർ ഈ ഡ്രസ്സ് ഓക്കെ എന്ന് പറഞ്ഞു. ജിമ്മിന് ഡ്രസ്സ് ഇട്ടു. അത് ആഡ് ഷൂട്ടാണ്. ജിമ്മിനൊക്കെ ഒന്നും മനസ്സിലായില്ല. ജിമ്മിൻ്റെ അവിടെ പറയാൻ തുടങ്ങിയായിരുന്നു, ഇവന് ആഡ് ഷൂട്ട് ചെയ്യാൻ പോവാം. എന്താ പറയുന്നത്? പറഞ്ഞൊക്കെ ജിമ്മിൻ, നീ പറഞ്ഞ മതി ചെയ്യണം. അതൊക്കെ സർപ്രൈസാണ്. ഇതിലുള്ളത് വായിച്ചിട്ട് അതേമാതിരി ആഡ് ചെയ്യണം, മനസ്സിലായോ? നീ ഒറ്റയ്ക്കുള്ളത് പോലെ തൂങ്ങാം, മനസ്സിലായോ? ഓക്കെ, എൻ്റെ ഒരു മമ്മിയുണ്ട് പോലെ തൂങ്ങാം, മനസ്സിലായോടാ? ഓക്കെ എന്ന് പറഞ്ഞു. ജിമ്മിൻ ആ ഷൂട്ടിൽ എങ്ങനെ ഡയലോഗ് അതിൽ എങ്ങനെ സ്റ്റൈല് എങ്ങനെ എല്ലാം പറഞ്ഞത്. അതൊരു മാംഗോ ഷൂട്ടിങ് കാണും. അങ്ങനെ ജിമ്മിൻ അത് കുടിച്ച് കുടിക്കുന്ന ഒരു ഷൂട്ടായിരുന്നു. അങ്ങനെ ആ മാംഗോ ഷൂട്ടായിരുന്നു. മാംഗോ ജ്യൂസിൻ്റെ അത് നന്നായിട്ട് ആഡ് ചെയ്തായിരുന്നു ജിമ്മിൻ. കൺഗ്രസ് എന്ന് ജിമ്മിനോട് പറയായിരുന്നു, നന്നായിട്ട് ആഡ് ചെയ്ത്. അതെ, മാംഗോ ജ്യൂസിൻ്റെ കമ്പനി ഓണർ വന്നായിരുന്നു. താങ്ക് യു മാഡം, എൻ്റെ കമ്പനി കുറച്ച് നല്ലത്. ഇത് പുതിയ മോഡലാണ്, അത് മാത്രമല്ല ഇത് ഫസ്റ്റ് നിങ്ങൾ കമ്പനിയിൽ വന്നു അങ്ങനെ പറഞ്ഞായിരുന്നു. എപ്പോൾ മാഡം റിലീസാകുന്നു? ശരി, ഓക്കെ, റിലീസാകും എന്ന് പറഞ്ഞു. ജിമ്മിൻ്റെ ഫോട്ടോ പല റിലീസായിരുന്നു. അത് മാത്രമല്ല ബുക്കിലല്ല പറഞ്ഞു. പിന്നെ മാംഗോ ഷൂട്ട് ചെയ്തത് വീഡിയോസ് അത് റിലീസായിരുന്നു. ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ജിമ്മിൻ്റെ വീഡിയോ റിലീസായിരുന്നു. ജിമ്മിന് അവരുടെ മമ്മിയുടെ പറഞ്ഞായിരുന്നു ഇങ്ങനെ മാംഗോ ഷൂട്ടിങ്. ജിമ്മിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജിമ്മിൻ കോളേജിൽ പോയ കുറേ ഗേൾസല്ലേ ജിമ്മിനോട് പറയാം. ജിമ്മിന് കണ്ട് ഇവനെ ആക്ടറായി മാറിയല്ലോ, അതായത് മാംഗോ ഷൂട്ട് ഭയങ്കര ഫേമസ് ആണ്, നല്ല ടേസ്റ്റുണ്ട്, അങ്ങനെ കുറേ ഗേൾസ് പറയായിരുന്നു. ഇത് ജിമ്മിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, ജങ്കുക്ക് പറയായിരുന്നു. ജങ്കുക്ക് പറയുന്നു, മച്ചാ നീ മാംഗോ ഷൂട്ടിൽ ആഡ് ചെയ്തത്. അതെടാ, ആഡ് ചെയ്ത് ആരടാ? ഇങ്ങനെ നിൻ്റെ വൈഫാണ് ചെയ്തത്. അതേ മച്ചാ, എൻ്റെ വൈഫ് ഡയറക്ടറാ, എനിക്കറിയൂല്ലടാ എന്നെ പറഞ്ഞ. ജിമ്മിന് ഒമ്മിക്ക് ഡാഡിക്കെല്ലാം മാംഗോ ഷൂട്ടിങ് ഇതെല്ലാം കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല എൻ്റെ മോൻ ആക്ടിങ്. കുറച്ച് പേര് കളിയാക്കായിരുന്നു. അവർക്കത് മീഡിയയിൽ ഒരുമാതിരിയായിരുന്നു. നല്ല മറമോള്, അവർക്ക് നോക്ക് ഭാഗ്യം എന്ന് പറഞ്ഞിരുന്നു. ജിമ്മിൻ മാംഗോ ഷൂട്ടിൽ അഭിനയിച്ചായിരുന്നു. പിന്നെ കോളേജിലേക്ക് വന്നായിരുന്നു. ഹീറോ ബുക്ക് അവിടെ ഇരുന്നിട്ടും ശരി, ഓക്കെ, ഹലോ ഹീറോയിനോടുന്നുണ്ടായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ജിമ്മിൻ എന്താ പ്രിയ എന്ന് കേട്ടായിരുന്നു. അതെ, നമ്മളെ ഹീറോയിൻ പ്രിയ. ഇല്ല ജിമ്മിൻ, നമ്മൾ ഒന്ന് ഞങ്ങൾ പൊണ്ടത്തിൻ്റെ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ അതെ, വല്ല ഹോട്ടൽ തുടങ്ങാൻ പോവാണ്. ആ ഹോട്ടലിൽ നീ പുതിയ ഹോട്ടലാണ്, അതിൽ നീയാണ് ആഡ് ചെയ്യുമ്പോൾ. ജിമ്മിൻ ഷോക്കായിരുന്നു. എന്താ ഹോട്ടലിൽ ഞാൻ ആഡ് ചെയ്യാൻ പോവാ? അതെ ജിം, ഇത് എൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റാണ്, മനസ്സിലായോ? ജിമ്മിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ജിമ്മിൻ ആഡ് ചെയ്യാൻ വേണ്ടി റെഡിയായിരുന്നു. അതിൽ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. ഡ്രസ്സ് ഹീറോയി പറഞ്ഞു ഈ ഡ്രസ്സ് നോർമൽ ഇട്ടു. അങ്ങനെ ജിമ്മിനെ വിളിച്ചുകൊണ്ട് പോയിരുന്നു. ജിമ്മിന് 1 മന്ത് ലീവ് വേണമെന്ന് പറയുന്നു. ടീച്ചർ ഓക്കെ എന്ന്. നല്ല പഠിക്കുന്നതായിരുന്നു ജിമ്മിൻ. അതെ, ആ കോളേജ് മാത്രം ഹീറോയിൻ്റെ കോളേജ്, അത് ജിമ്മിനിക്കും അറിയില്ലായിരുന്നു. ജിമ്മിൻ പറഞ്ഞായിരുന്നു ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയി വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അതെ, അങ്ങനെ ആ കോളേജിൽ നിന്ന് ലീവ് എടുത്ത് അങ്ങനെ ജിമ്മിൻ പറഞ്ഞ ഭയങ്കര ഹാപ്പിയിൽ ഹീറോയി പോയായിരുന്നു. അതെ, ഹീറോയി പറഞ്ഞു അതെ, അത് ജിമ്മിൻ പഠിക്കുന്ന കോളേജ് പറഞ്ഞ് ഹീറോയിൻ്റെ ഗ്രാൻഡ് പാൻ്റെ കോളേജാണ്. ഹീറോയി പറയാൻ തുടങ്ങി, അച്ഛൻ്റെ കോളേജിലാണ് ഹീറോയി പഠിക്കുന്നത്. ഓരോന്നിടത്ത് കോളേജ് ഉണ്ടായിരുന്നു. ജിമ്മിന് ഭയങ്കര ഹാഡ് ചെയ്തായിരുന്നു ഹോട്ടലിൻ്റെ ആഡായിട്ട്. അങ്ങനെ ജിമ്മിൻ പറയാൻ തുടങ്ങി, മാഡം അതിങ്ങനെയില്ല എന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ, അത് ജിമ്മിൻ ഭയങ്കര സൂപ്പറായിട്ട് ആഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ആഡ് പറഞ്ഞ ഹോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ഒരാൾ മതിയാവില്ല, ജിമ്മിനെ കൂടെ 2 ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് അങ്ങനെ ആഡ് ചെയ്ത് പുതിയ ആൾ കിട്ടില്ലായിരുന്നു. അങ്ങനെ ജിമ്മിയും ജങ്കുക്ക് അവർ വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അവർക്കും
അവർ റെഡിയാക്കണം. അവർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ശരി ഓക്കെ എന്ന് ജങ്കുക്ക് വിയുവിനെ വിളിച്ചായിരുന്നു. ഹീറോയി പറഞ്ഞായിരുന്നു. ഹീറോ യഥാർത്ഥം നോക്കുമ്പോൾ അവർ മാരേജിക്കും വന്നായിരുന്നു. അതുകൊണ്ടും ഹീറോയി പറഞ്ഞു. അതുകൊണ്ട് ജങ്കുക്ക് വിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവർ ആഡിലേയും പോകുന്നത് അവർ പേപ്പർ അറിയാതെ വായിക്കാതെ സൈൻ ചെയ്തായിരുന്നു. അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ അമ്മ പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം കൊടുക്കണം ചെയ്യും. അവർക്കും അറിയില്ല. അവർ ആഡ് ഷൂട്ടിങ് നന്നായിട്ട് ചെയ്തായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. 3 പേര് നല്ല സൂപ്പറായിട്ട് ആഡ് ചെയ്തായിരുന്നു. ഭയങ്കര ഫേമസ്. അത് ഹോട്ടലിൽ ഭയങ്കര ഫേമസ് ആയി മാറി. ഭയങ്കര അങ്ങനെയായിട്ട് ആ ഹോട്ടലുണ്ട് അവർ ചെയ്ത് അവർക്ക് ഇങ്ങനെ കോളേജ് 3 പേര് ഗെത്തായിട്ട് പോകാൻ തുടങ്ങി. എല്ലാ ഗേൾസ് പറയുന്നത് ഇവരല്ല ഹോട്ടൽ വലിയ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ആടെല്ലാം ചെയ്തായിരുന്നു എന്നെ പറഞ്ഞു. 3 പേരെ കണ്ടിട്ട് അവർ കുറുകുറു പറയായിരുന്നു. ജിമിൻ പറയാൻ തുടങ്ങി. എങ്ങനെ ഉണ്ടടാ നിങ്ങളുടെ അതെപ്പാ നമുക്ക് ഭയങ്കര ഹാപ്പിയായത് ഞങ്ങളവിടെ ജോയിൻ ചെയ്ത്. ഇങ്ങനെ വിക്കും കോൾ വന്നു ജങ്കുക്കും കോൾ വന്നു. ഹലോ മോം ഇപ്പോഴെവിടെടാ മമ്മി ഞങ്ങളിവിടെ ഉള്ളതെന്ന് പറഞ്ഞു. എന്താടാ നിങ്ങൾ അയച്ചത് പണം എവിടെടാ? ഇല്ല മമ്മി അതെനിക്ക് അയച്ചതാ. ആരാ? ജിമ്മിനെ എനിക്കറിയില്ല നിങ്ങൾ ഫ്രണ്ട് അവൻ പറഞ്ഞതാ. ഓ ഓക്കേടാ എന്ന് പറഞ്ഞു. അവർക്ക് ഓക്കെയാണ്. അവർക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് അത് മര്യാദക്കോളും. ഇങ്ങനെ 3 പേരെ ഭയങ്കര ആഡ് ഓരോന്ന് ഇങ്ങനെ ആഡിൽ നന്നായിട്ട് ആഡ് ചെയ്യാം. അതുകൊണ്ട് ഹീറോയിൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജിമ്മിൻ്റെ കൂടെ ഹീറോയിൻ ജിമ്മിൻ ഒക്കെ വന്നായിരുന്നു. ജിമ്മിൻ്റെ കൂടെ ഹീറോയിൻ അങ്ങനെ ജിമ്മിന് കിസ് ചെയ്താണ് ഫസ്റ്റ്. ജിമ്മിന് കിസ് ചെയ്തു. ജിമ്മിൻ എന്താ ചെയ്യുന്നത് ജിമ്മിനിക്ക് പേടിയായി. ഇവൻ്റെ പറഞ്ഞു കയറിയില്ല. ഹീറോയിൻ ചോടിയിൽ പോയത്. ജിമ്മിൻ പറഞ്ഞായിരുന്നു ഇടം മണ്ട നിൻ്റെ വൈഫും കൂടെ ഇങ്ങനെ ഇരിക്കാതെ നീ എന്താടാ പറയുന്നത്? ഈ ജിമ്മിനിക്ക് പറയാൻ തുടങ്ങി 2 പേര്. അങ്ങനെയാണോടാ എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ 2 പേരും അവരുടെ മച്ചാണെങ്കിൽ 2 പേരും എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് വീട്ടിലൊക്കെ? ഇനിയടാ എൻ്റെ വൈഫ് വിളിച്ചായിരുന്നു അങ്ങനെ പോവാം എന്ന് പറഞ്ഞു. അവർ 2 പേരും 3 പേരും ഇങ്ങനെ വീട്ടിലെത്തി. അവിടുത്തെ ഒരു മച്ചമ്മനുടെ ഒക്കെ സാധനങ്ങൾ പോയി എന്ന് പറഞ്ഞു. അങ്ങനെ കാറിൽ അവർ 3 പേർ ഇറങ്ങി അകത്ത് വന്നായിരുന്നു. ഹീറോയോടെ ഇങ്ങനെ നോക്കുമായിരുന്നു ഫയലെല്ലാം. 3 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. വന്നോ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞായിരുന്നു.